ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, ഒരു സന്തോഷമുള്ളതായ ഒരു കാര്യം നിങ്ങളിലേക്ക് വന്നാൽ ആ സന്തോഷം മുഴുവനും ദുഃഖത്തിലേക്ക് വരുന്നതാ. അങ്ങനെ വരാതിരിക്കണമെങ്കിൽ ഒരു സന്തോഷം ഉണ്ടാകുമ്പോ മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ എന്ന് പറയണേ. അപ്പോ എന്ത് ദുഃഖങ്ങളുണ്ടെങ്കിലും ആ ദുഃഖമങ്ങ് മാറിക്കൊള്ളുന്നതാണ്, ആ ദുഃഖമങ്ങ് മാറിപ്പോകുന്നതാ. നമ്മൾക്കൊക്കെ മരണപ്പെടുന്നതായ സമയത്ത് നമ്മുടെ അവസാനം നന്നാവണം. ആ അവസാനം നന്നാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ദിക്ർ ചൊല്ലുകയാണ് വേണ്ടത്, ഹൃദയം ശുദ്ധിയാകാൻ. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. മനസ്സമാധാനം ഉണ്ടാവണമെങ്കിൽ അല്ലാഹുവിന്റെ ദിക്ർ കൊണ്ടല്ലാതെ മനസ്സിന് സമാധാനം ഉണ്ടാവുകയില്ല. പണം കൊണ്ട് സമാധാനമില്ല, മുതല് കൊണ്ട് സമാധാനമില്ല, കുടുംബം കൊണ്ട് സമാധാനമില്ല. ഒരാൾക്ക് മനസ്സിന് സമാധാനം വേണോ, എന്നാൽ അവൻ അല്ലാഹുവിലേക്ക് ദിക്ർ ചൊല്ലണേ എന്ന് ഹബീബ് റസൂലുള്ളാഹ്. എന്നിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, 5 അവസ്ഥകൾ വരുന്നതിന്റെ മുമ്പ് 5 ഘട്ടങ്ങൾ നീ ശ്രദ്ധിക്കണേ എന്ന് ഹബീബ് റസൂലുള്ളാഹ്. എന്ത് പറഞ്ഞത്? 5 അവസ്ഥകൾ വരുന്നതിന്റെ മുമ്പ് 5 ഘട്ടങ്ങൾ നീ ശ്രദ്ധിക്കണേ. ഒന്നാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായ കാര്യം, നിന്റെ വാർദ്ധക്യം എത്തുന്നതിന്റെ മുമ്പ് നിന്റെ യുവത്വ കാലഘട്ടത്തെ നീ ശ്രദ്ധിക്കണേ എന്ന് ഹബീബ് റസൂലുള്ളാഹ്. എന്ത് പറഞ്ഞത്? നിന്റെ വാർദ്ധക്യം എത്തുന്നതിന്റെ മുമ്പ് നിന്റെ യുവത്വ കാലഘട്ടത്തെ നീ ശ്രദ്ധിക്കണേ. രണ്ടാമത് പുണ്യനബി പറയുകയാണ്, അസുഖം വരുന്നതിന്റെ മുമ്പുള്ളതായ നിന്റെ ആരോഗ്യത്തെ നീ ശ്രദ്ധിക്കണേ. മൂന്നാമത് നബി തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, ദാരിദ്ര്യം എത്തിപ്പെടുന്നതിന്റെ മുമ്പ് നിന്റെ സമ്പത്തിന്റെ ഘടനയെ നീ ശ്രദ്ധിക്കണേ. നാലാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, തിരക്കുള്ളതായ സമയങ്ങളിലേക്ക് എത്തിപ്പെടുന്നതിന്റെ മുമ്പ് ഒഴിവുള്ളതായ സമയങ്ങളിൽ നീ ദുനിയാവിന് വേണ്ടിയല്ലാത്ത രീതിയിൽ ആഖിറലോകത്തേക്ക് വേണ്ടിയുള്ളതായ ജീവിതത്തിലേക്ക് നീ ഉപയോഗപ്പെടുത്തണേ. അഞ്ചാമത് പുണ്യനബി പറയുകയാ, വഹയാതക ഖബ്ല മൗതിക വഹയാതക ഖബ്ല മൗതിക. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളും മരണപ്പെടേണ്ടവരാണ്. അതുകൊണ്ട് നിന്റെ ജീവിതം ദീനിന് വേണ്ടി ചെലവഴിക്കണേ എന്ന് ഹബീബ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഈ 5 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണേ എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.